മലയാളി വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ എന്തായാലും ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ ലൈവുമായിട്ട് വന്നപ്പോ, കഴിഞ്ഞ ദിവസം ലൈവ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല റീച്ചായി, ഒരുപാട് കമന്റ് വന്നു. ആ കമന്റിലൊക്കെ എനിക്ക് പറയാം, എന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേറെ പണിക്ക് പോക്കൂടാടാ, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചുകൂടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മള് സമൂഹത്തിന്റെ പ്രശ്നം നമ്മുടെയും പ്രശ്നമാണ്. ഇന്ന് പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത്, കുറെ ദിവസമായിട്ട് നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന പോലെ വാർത്ത വെച്ച് കഴിഞ്ഞാലെല്ലാം ഒരുപാട് പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഒരുപാട് ആരോപണങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊച്ചിയുടെ ഹൃദയഭാഗത്താണ്. കണ്ടോ, അതായത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെട്രോ പോകുന്നത് കാണാൻ പറ്റും. ഇതാ കണ്ടോ, കൊച്ചി മെട്രോ സ്റ്റേഷനാണിത്. MG റോഡിലെ മെട്രോ സ്റ്റേഷനാണ്. ഇതാ ഒരു മെട്രോ ചിലപ്പോൾ ഈ വഴി പാസ് ചെയ്യാം, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ പാസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇതാ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്ലാർപാടം ടെർമിനലാണത്. ഇതേ കണ്ടോ, വല്ലാർപാടം ടെർമിനലാണത്. കൊച്ചിയുടെ ഹൃദയഭാഗമെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോട്ടയം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, തിരുവനന്തപുരം, കൊല്ലം, ഏത് ജില്ലക്കാരായാലും, അതായത് ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്തില് ഇദ്ദേഹം കാട് പിടിപ്പിച്ചേക്കാണ്. അതായത് ഇതൊരു സാമ്പിളാണ്, സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണത്. ഇതിന്റെ താഴെ ഒരു കാവ് പോലെ, അതായത് ഒരു 5-6 നില കെട്ടിടത്തിന്റെ മുകളില് അദ്ദേഹം പണിത് വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അതായത് പലരും സമയമില്ല, നഗരത്തിന്റെ തിരക്കിൽ ജീവിക്കുമ്പോൾ നമുക്കൊന്നിനും സമയമില്ലെന്ന് പറയുമ്പോൾ ഇദ്ദേഹം നഗരത്തിന്റെ നടുക്ക് ഒരു കാട് വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണസ്വാമിയാണ്. സ്വാമി നമസ്കാരം. നമ്മൾ ലൈവാണ്, മലയാളി വാർത്തയുടെ പ്രേക്ഷകർ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ സ്വാമി ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എന്റെ പേര് നാരായണസ്വാമി എന്ന് വിളിക്കും എല്ലാവരും. MG റോഡിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ കൃഷിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഈ നഗരത്തിന്റെ ഹൃദയത്തിൽ കൃഷി ചെയ്യാനുള്ളൊരു, എനിക്ക് തോന്നുന്നു വേറെ ആരും കാണിക്കാത്തൊരു ആർജവമാണ്. അത് ഒരാൾക്കും ചെയ്യാൻ ധൈര്യമില്ല. അല്ല, ഇത് സാധാരണ എല്ലാവരും താഴെയാണെങ്കിൽ ചെയ്യും, ഈ മുകളിൽ ചെയ്യണത് വളരെ റയറാണ്. കേരളത്തിൽ തന്നെ വളരെ റയറാണ്. അത് എന്റേത് പ്രത്യേകിച്ച് എന്റെ തോട്ടം വെച്ചാൽ 30-37 കൊല്ലമായിട്ട് ചെയ്യണതാണ്. 30 കൊല്ലം കഴിഞ്ഞ മരങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ. അതാണ് അതിന്റെ പ്രത്യേകത. എങ്ങനെയാണ് അപ്പൊ കൃഷിയിലേക്കുള്ള നമ്മുടെ വരവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചെറുപ്പത്തിൽ തന്നെ 13 വയസ്സുള്ളപ്പോൾ തന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എന്റെ അമ്മാവൻ കൃഷിക്കാരനായിരുന്നു. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി എല്ലാം പഠിച്ചു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പിന്നെ താഴെ സ്ഥലമില്ലാണ്ട് വന്നപ്പോൾ മുകളിൽ സ്ഥലത്തിൽ ചെയ്തു. അതെ, കൃഷി ചെയ്യാൻ സമയമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കൃഷി ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ നല്ല അടിപൊളി ചീരയെ കാണാം. ഇത് ചീരയാണ് അല്ലേ? ചീര. അതായത് എനിക്ക് തോന്നുന്നു വീട്ടിലേക്കുള്ള പച്ചക്കറി ഒന്നും പുറത്തുനിന്ന് മേടിക്കണ്ട, വല്ല കാര്യമായിട്ടൊന്നും മേടിക്കേണ്ടി വരും. സവാള, ഉരുളക്കിഴങ്ങൊക്കെ മേടിച്ചാൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കണ്ട നല്ല ചീരയാണ്. ഈ ചീരയുടെ ഔഷധ ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും സ്വാമി. ഒരു വെറൈറ്റി പച്ച ചീരയാണ്. ഭയങ്കര 10-15 അടി പൊക്കം വെക്കും. നന്നായിട്ട് നല്ല ടേസ്റ്റാണ്. അത് വളരെ നല്ല ചീരയാണത്. ഓക്കെ, നമുക്ക് ഉച്ചക്ക് നല്ല ചീരയുടെ ഇത്തിരി തോരനൊക്കെ കൂട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറിച്ചിട്ട് പോയിട്ട് വെച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യണം. ഒന്നുമില്ല. വേറെ, അതായത് സ്വാമി എടുത്ത് ഇപ്പിച്ചിരി വേപ്പിലൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി കൊടുക്കുകയും ചെയ്യും. ഇത് അർക്കച്ചീര എന്ന് പറയും. നമ്മൾ ഒരു 10 വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ആദ്യം അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ പിന്നെ രണ്ടാമത് വരും. ഒരു 10 വേണം കഴിഞ്ഞിട്ട് അത് പോവുള്ളൂ. അതുവരെ നമുക്ക് കടയോടുകൂടി പറക്കണ്ട. ഓക്കെ, മെട്രോ പോണോ നിങ്ങള്? അതായത് മെട്രോ പോകുന്നതിന്റെ ഹൃദയഭാഗത്താണ് സ്വാമി ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സ്വാമി ഇങ്ങോട്ട് വന്നേ. ദാ വേപ്പില കണ്ടോ, നല്ല അടിപൊളി വേപ്പില അല്ലേ? ഓക്കെ, മരുന്ന് തളിക്കാത്ത വേപ്പില. രാവിലെ തന്നെ നല്ല വേപ്പിലയുടെ മണം. ഈ വേപ്പിലേക്ക് ഒരു ഇച്ചിരി കറിയിലേക്ക് ഇട്ടാൽ മതി അല്ലേ? ഓക്കെ, വഴുതനങ്ങ. അതാ വഴുതനങ്ങ കണ്ട, നല്ല വഴുതനങ്ങ അല്ലേ? മായമില്ലാത്ത, ഇത് ചേർക്കാത്ത വഴുതനങ്ങ കണ്ടില്ലേ? ഓക്കെ, മഴ പെയ്യുന്നുണ്ട്, നമുക്ക് താഴേക്ക് പോവാം അല്ലേ? താഴെ മഴ പോലില്ല. താഴെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. നമുക്ക് താഴത്തേക്ക് പോവാം. ശരിക്കും പറഞ്ഞാലേ ഇതല്ല കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോഴാണ് കാഴ്ച. അതായത് ഒരു 5 നില കെട്ടിടത്തിന്റെ മുകളില് ഇദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ച എന്നാണ് ഞാൻ അതാണ് പറഞ്ഞത്. അത് സാമ്പിളാണ്, വെടിക്കെട്ട് ഇവിടെയാണ്. വാ, ഇത് കണ്ടോ, നോക്കിയേ എന്തൊരു ബ്യൂട്ടിയാണ് നോക്കി. അതായത് നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് അദ്ദേഹം. ഏതാണ് ഈ കരിവേപ്പില മരം? 30 കൊല്ലം പ്രായമുണ്ട് കരിവേപ്പില മരം. ഈ കരിവേപ്പില മരം 30 കൊല്ലത്തെ പ്രായമുണ്ട്. ഓക്കെ, 30 കൊല്ലം പ്രായമുള്ള കരിവേപ്പില മരമാണ് അല്ലേ ഇത്? ഓക്കെ, 30 കൊല്ലം പ്രായമുള്ള കരിവേപ്പില മരം കണ്ടോ? എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് വിഷ്വലി നമ്മൾ ആസ്വദിക്കേണ്ട ഒരു കാഴ്ചയാണ്. ഒരുപാട് പേര് വിളിക്കാറുണ്ടോ? ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഇപ്പൊ ഇതൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴേ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പിന്നെ പണ്ടെല്ലാം പത്രക്കാരാ വന്നെടുത്തോണ്ടിരുന്നത്. അന്ന് നമുക്ക് TV ഒന്നും ഇല്ലല്ലോ.
ഓൺലൈനൊന്നുമില്ല, യൂട്യൂബൊന്നുമില്ല. അപ്പൊ പത്രക്കാരും ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകും. ഓക്കെ, ഇത് ചേമ്പ് അല്ലേ? അല്ലല്ല, ഇത് ചേന. ചേന കണ്ട ചേനയാണ്. ചേനയൊക്കെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മള് ഈ പറിച്ചെടുക്കുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു സാധാരണ നമുക്ക് കൃഷി എന്ന് പറയാൻ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ അല്ലെ മായം ഉണ്ടാവും, അല്ലെങ്കിൽ തെളിക്കൊക്കെ ചെയ്യും. പക്ഷെ ഇത് നമുക്ക് നല്ല വലിയ മായമില്ല, പുറത്താണെങ്കിലും വലിയ മായമില്ല. എന്നാ നമ്മൾ വീട്ടിലാവുമ്പോ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. ഓക്കെ, ആവശ്യത്തിന് എടുക്കാം. നല്ല ഒരുപാട് കൃഷി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ദാ എന്റെ മോനെ ഒരു അടിപൊളി കാഴ്ച ഞാൻ കാണിച്ചു തരാം. ബാ, ഇത് നിങ്ങള് കാണേണ്ട കാഴ്ച തന്നെയാണ്. കണ്ട, അതെ നല്ല അടിപൊളി പച്ച കപ്പങ്ങ. എങ്ങനെയുണ്ട്? 3 കിലോ വരെ വെയിറ്റ് വരണം. ഓക്കെ, കപ്പങ്ങ 3 കിലോ. സ്പെഷ്യൽ വെറൈറ്റി. അത് ഒരു ചെടിയിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. ഉണ്ടയാവും, ചിലത് നീളം വെക്കും. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് കപ്പങ്ങയാണ്. ഈ ഒരു കപ്പങ്ങ കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കറി ഉണ്ടാക്കാം, നല്ലൊരു കഴിക്കാം. പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമാണ്, കഴിക്കാം. ഓക്കെ, ഇതേ മാവുണ്ട്. അത് മൂവാണ്ടൻ മാവ് 15 കൊല്ലം ആയതാണ്. അത് ഇപ്പൊ 15 കൊല്ലം, ഒരു 5-8 കൊല്ലമായിട്ട് കായ്ക്കുന്നുണ്ട്. ഏത് സമയം മൂവാണ്ടനുള്ള പ്രത്യേകത വെച്ചാൽ 365 ദിവസം മാങ്ങ ഉണ്ടാവും. മാങ്ങ ഇപ്പോഴും ഉണ്ട്, മാങ്ങ മുകളിലുണ്ട്, 1-2 സ്ഥലത്ത് കിടപ്പുണ്ട് മാങ്ങ. കാണിച്ചുതരാം, വാ. നമുക്ക് മാങ്ങ കാണാം. എനിക്ക് തോന്നുന്നു സാധാരണ നമുക്കൊക്കെ നമ്മുടെ വീട്ടില് സ്ഥലമില്ല എന്നൊക്കെ പറയുമ്പോ, സ്ഥലമില്ല, താഴത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് എന്താ പറയണ, അല്ല പ്രേക്ഷകരോട്, മലയാളി വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് സ്ഥലമില്ല എന്ന് പറയുന്ന എക്സ്ക്യൂസ് ആണ്, മടിയന്മാരാണത് പറയണത്. വേണ്ടി വന്നാൽ ചക്ക വേരിലും കായ്ക്കും, വേണ്ടെങ്കിൽ ചക്ക കൊമ്പിലും കായ്ക്കൂല. അത് നമ്മ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാം. എല്ലാവരും ടെറസിന്റെ മുകളിലും ചെയ്യാം. ഇത്ര വിപുലീകരിച്ച് ചെയ്യാൻ പറ്റില്ല. വീടിന്റെ മുകളിൽ ഇത്രയും ലോഡൊന്നും കയറ്റാൻ പറ്റില്ല. ഇതിപ്പോ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ഞങ്ങൾ ബീമൊക്കെ ഇട്ട് തട്ടൊക്കെ കാലം കൂട്ടി വാർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോഡ് കയറ്റിയിരിക്കുന്നത്. സാധാരണ വീടിന്റെ മുകളിലൊക്കെ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ നമുക്ക് നടാം, പച്ചക്കറി നടാം. ഇതേപോലെ വലിയ മരങ്ങൾ പറ്റില്ല. ഇത് ഞങ്ങളത് വേണമെന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തു. എന്റെ അനിയൻ ആർക്കിടെക്റ്റാണ്. അപ്പൊ പുള്ളിയോട് പറഞ്ഞ് ഞങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തു ബിൽഡിംഗ് പണിയുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ 37 കൊല്ലം, 87 പണിതാ ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് 87 പണിതാ. 87 പണിത ബിൽഡിംഗ് ആണ്. ഇപ്പൊ ആളുകൾ വെറുതെ ആണെങ്കിലും ചോദിക്കില്ല, ഇത്രയും വലിയ കെട്ടിടത്തിന്റെ മേളില് ഇങ്ങനെ മണ്ണ് നിറച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഒക്കെ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടില്ല. ലീക്കുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ ഇതുവരെ ഒരു ലീക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇടിഞ്ഞു പോകുന്നുള്ള പേടിയും കാര്യങ്ങളും ഒരു പ്രശ്നമില്ല. എന്തിനാ പേടിക്കാൻ? ഓക്കെ, വാ. ഓക്കെ, ഈ വടിയിൽ മുട്ടരെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഇത് പയറാണ്. മുട്ടി ഡാമേജ് വരും. ഓക്കെ. മക്കളെ പോലെയാണ് അദ്ദേഹം ഇതിനെയൊക്കെ സൂക്ഷിക്കുന്നത്. എന്നാലേ നന്നാവുള്ളൂ. ഓക്കെ, കേട്ടില്ലേ? നട്ടിട്ടേ ഉള്ളൂ, പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ. ക്യാപ്സിക്കം മുളക്. ഒന്ന് മെട്രോ പോകുന്ന കാണിച്ചു കൊടുത്തേ. മെട്രോ കാണിച്ചു നോക്കിയതേ. എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് ചാമ്പക്ക ഉണ്ട് അതിനകത്ത്. ഇപ്പൊ കായ്ച്ചല്ലോ, കായ്ച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ രണ്ടാമത് കായ്ക്കണം. ഇത് ചുവന്ന വെറൈറ്റി, അത് വെള്ള. ഓക്കെ, ചുവന്ന ചാമ്പക്ക കണ്ടോ? ഇത് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലേ? കക്കയാണ്, പക്ഷെ നമുക്ക് കുറച്ചുകൂടി പഴുത്തിരുന്നെങ്കിൽ. നല്ല വലുതായി വെള്ള വെറൈറ്റിയാണ്, നല്ല പേരൊക്കെ. എത്ര ദിവസം പിടിക്കും ഇതിന്? ഒരു മാസം. ഒരു മാസമല്ല, 1.5 മാസം എങ്കിലും പിടിക്കും. മാങ്ങ ഉണ്ടായിരുന്നു, അത് കാണാനല്ലോ ഇപ്പൊ കൊണ്ടുപോയി. എലി കൊണ്ടുപോയി. മാങ്ങ അത് തന്നെ. അച്ചാറിടാനൊക്കെ മൂവണ്ണമാങ്ങ നല്ല ടേസ്റ്റാ. അച്ചാറിടാൻ മാത്രമല്ല, കൂട്ടാൻ വെക്കാൻ അതെ, മോരൊഴിച്ച് വെക്കാനും നല്ല ടേസ്റ്റാ. മാങ്ങ കറിക്കും ടേസ്റ്റാ. ഇത് റോബസ്റ്റ കൊല. കണ്ടില്ല, അതാണിത് അല്ലേ? റോബസ്റ്റയുടെ കൊലയാണ്. ആരെങ്കിലും ഒക്കെ ചിന്തിക്കും 5 നില കെട്ടിടത്തിന്റെ മേളിൽ കൊണ്ടുവന്ന് റോബസ്റ്റ് വെക്കാനായിട്ട് ആരെങ്കിലും കാണിക്കും ഒരു ധൈര്യം അല്ലേ? പലരും ഈ പറഞ്ഞ പോലെ പേടിയുണ്ടാവും, ലീക്കാവുന്നുള്ള പേടിയുണ്ടാവും. കേട്ടോ, സാധാരണ ഇത് ഏകദേശം എത്ര ദിവസം കൊണ്ട് പിടിക്കും നമുക്ക് വെട്ടാനായിട്ട്? ഇത് 3 മാസം. 3 മാസമാണ് ഇതിന്റെ വിളവ് പീരീഡ്. 3 മാസം കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് കൊലച്ചിട്ട് 2 ആഴ്ചയായി. 3 മാസം കൂടി കഴിഞ്ഞാൽ മൂപ്പാവും. ഓക്കെ, ഇവിടെ വെയിൽ കൂടി വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതിലല്ല, നമുക്ക് തിരിച്ചു പോവാം. വാ. ഏതാ ഇത്? കണ്ടിച്ചേമ്പല്ലേ? കറി വെക്കാനും വറക്കാനൊക്കെ ഉപയോഗിക്കണ ചേമ്പാ ഇത്. കണ്ടിച്ചേമ്പ് ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. ചേമ്പ് വറുത്ത് ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കണ്ടിച്ചേമ്പല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു രാജീവേട്ടാ, മലയാളി വാർത്തയുടെ പ്രേക്ഷകർക്ക് രാവിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഇത് പാളയംകുളം വാഴ അല്ലേ? അത് കുറച്ചിട്ടുണ്ടല്ലോ. എറണാകുളത്ത് പാളയംകുളം എന്ന് പറയും, ചില സ്ഥലത്ത് ചെറുപഴം എന്ന് പറയും, പിന്നെ ചിലര് മൈസൂർ പൂ. നമ്മുടെ മൈസൂർ പൂ എന്ന് പറയും.
ഇതിപ്പോ ഈ മൂട് ഒരു 15 കൊല്ലം പ്രായമുണ്ട്. ഈ മൂട് ഇതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് കൊല വെട്ടിയിട്ടുണ്ട്. ഇപ്പൊ അടുപ്പിച്ച് 4 കൊല വെട്ടി. ഇതിന്ന് അത് ഞാൻ ഫോട്ടോ അയച്ചിരുന്നല്ലോ. മെട്രോ പോകുന്നുണ്ടോ? മെട്രോ കണ്ടുകൊണ്ട്, അതായത് കൊച്ചി മെട്രോ കണ്ടുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാം അല്ലേ, കൃഷിപ്പണി എടുക്കാം. അവർക്ക് പോണവർക്ക് ഇതിന്റെ കണ്ണിന് നല്ല കാഴ്ചയല്ലേ? അതെ, ഭയങ്കര ആസ്വാദനമാണല്ലോ, ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഇത് കണ്ടില്ലേ ഈ വാഴ കണ്ടോ? നല്ല ഉറപ്പുള്ള വാഴയാണ്. പലരും ചിന്തിക്കുകയൊക്കെ ചെയ്യും, ദൈവമേ. ഇങ്ങോട്ട് വാ വാ വാ. വളവും വളർത്തലുമാണ് അല്ലേ? വെള്ളം 2 നേരം ഒഴിക്കണം വേനൽക്കാലത്ത്, മഴക്കാലത്ത് വേണ്ട. ഓക്കെ. എനിക്കൊന്ന് വൈകുന്നേരം നല്ല രസമായിരിക്കും ഇവിടെ വന്നിരിക്കാനായിട്ട്. നല്ല ശുദ്ധമായ വായു. സ്മെല്ലുണ്ടോ നിങ്ങൾക്ക്? ഒരു സ്മെല്ലുണ്ട്. അത് ഇന്നലെ കപ്പലിന്റെ പിണ്ണാക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇന്നലെ കപ്പലിന്റെ പിണ്ണാക്ക് വളം ഇട്ടുണ്ട്, അതിന്റെ മണമാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ്. ഒന്ന് അവിടെ നിന്നിട്ട് നമ്മുടെ കൃഷിയുടെ വളർച്ചയുടെ രഹസ്യം എന്താണെന്നുള്ളതെന്ന് പറഞ്ഞു കൊടുത്തേ. മൈക്ക് പിടിക്കും. വളർച്ചയുടെ രഹസ്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മൾ ജൈവ വളമാണ് ഇടുന്നത്. മെയിനായിട്ട് കപ്പലിന്റെ പിണ്ണാക്ക്, ഉഴുന്നുകൂടി, ചാരം, ഇത് 3ഉം കൂടി മിക്സ് ചെയ്ത് പുളിപ്പിക്കും. പുളിപ്പിച്ചിട്ട് അത് എല്ലാ ആഴ്ചയിലും ഒഴിച്ചുകൊണ്ടിരിക്കും. അതാണ് മെയിൻ. പിന്നെ വേനൽക്കാലത്ത് 2 നേരം വെള്ളം ഒഴിക്കും. മഴക്കാലത്ത് വെള്ളം ഒഴിക്കണ്ട, വേനൽക്കാലത്ത് 2 നേരം ഒഴിക്കണം. അല്ലെങ്കിൽ ചെടിക്ക് ക്ഷീണം വരും. അത് തന്നെയാണ് ഈ പച്ചപ്പിന്റെ രഹസ്യം, വേറെ ഒന്നുമില്ല. വളം അല്ലാണ്ട് വേറെ കെമിക്കലോ ഒന്നും ഉപയോഗിക്കാറില്ല. നല്ല വളമാണ് യൂസ് ചെയ്യുന്നത്. നല്ല കപ്പലിന്റെ പിണ്ണാക്ക്, ഗ്രൗണ്ട് നട്ട് കേക്ക്, അതും പിന്നെ ചാരം, പിന്നെ ഉഴുന്നുപൊടി, ഇത് 3ഉം കൂടി ഇട്ട് കുതിർത്തി പുളിപ്പിക്കും. പുളിപ്പിച്ച് കഴിഞ്ഞിട്ട് എടുത്തൊഴിക്കും. എല്ലാ ആഴ്ചയിലും ഒഴിക്കും. ഓക്കെ, അതാണ് നമ്മുടെ രഹസ്യം. കണ്ടില്ല, നമ്മുടെ ചെടികളൊക്കെ തഴച്ച് വളരുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുദാദാം എന്ന് പറഞ്ഞൊരു മാവ കേട്ടിട്ടുണ്ടോ? ഗുദാദാം ഇത് 1 കിലോ വരും ഒരു മാങ്ങ. ഇത് ഒരു 10 കൊല്ലം മുമ്പ് ചേട്ടൻ നട്ടതാ. ഇത് ഉണങ്ങിപ്പോയി കഴിഞ്ഞപ്പോ കഴിഞ്ഞ കൊല്ലം ഞാൻ എന്റെ തല വെട്ടിയിട്ട് പേപ്പർ ഇട്ട് കെട്ടി, പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട്, എന്നിട്ട് കുറെ വളമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ പൊടിച്ചു വന്നിരിക്കുക. അടുത്ത കൊല്ലം കായ്ക്കുന്നത്. കായ്ച്ചുകൊണ്ടിരുന്ന മാവാണ്, ഉണങ്ങിപ്പോയത്. ഓക്കെ, നൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഇവിടുത്തെ രഹസ്യം, അതായത് ഇതാണ് വളമല്ലേ? ഇത് ഒന്ന് കാണിച്ചേ, ഒരു മിനിറ്റ്. മൈക്ക് ഒന്ന് പിടിച്ചു. ഇളക്കിയാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. ഇളക്കണോ? കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുവാ? വേണ്ട, കുഴപ്പമില്ല. ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കും. ഇത് ഇതേപോലെ കാനിലെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് എല്ലാത്തിനും ഒഴിക്കും. ഇതാണ് നമ്മുടെ ചെടിയുടെ രഹസ്യം. ഓക്കെ, നമ്മൾ ചെടികളെ എന്താ പറയാ, മക്കളെ പോലെ വളർത്തി വലുതാക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് അല്ലേ? കടല പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ കപ്പലിന്റെ പിണ്ണാക്ക്, ഉഴുന്നുപൊടി, ചാരം, ഈ 3ആണ്. ഇത് 3ഉം കൂടി മിക്സ് ചെയ്ത് ഒരാഴ്ച പുളിപ്പിക്കും. ഇതിപ്പോ ഒരാഴ്ച ഏതാ, ഇത് പുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കി എല്ലാത്തിനും ഒഴിക്കും. ഇത് മാങ്ങ ഇഞ്ചി എന്തോ നല്ല മണമെന്ന് പറഞ്ഞില്ലേ? അത് ഇഞ്ചി, മറ്റേ കറി ഇഞ്ചി, അതൊന്ന് എടുക്കാലോ. കറി ഇഞ്ചി ഉണ്ട്, മുരിങ്ങമരം ഉണ്ട് കേട്ടോ. കറി ഇഞ്ചിയുടെ നമുക്ക് സാധാരണ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും വയറ്റിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ ഇഞ്ചിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം അതിനൊക്കെ അവർ ഈ രാസവളം ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുണ്ടാവും. ഈ ജൈവവളമാണെങ്കിലാണ് ഈ സ്മെല്ല് കിട്ടുന്നത്. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന മലയാളി വാർത്തയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ദിവസം ഒരു ചെടിയെങ്കിലും നടാൻ ശ്രമിക്കുക അല്ലെ? സ്ഥലം ഉണ്ടെങ്കിൽ നടുക. ടെറസിലാണെങ്കിൽ ഇതേപോലെ ഗ്രോ ബാഗിൽ നടുക. ഇത്രയും മണ്ണൊന്നും കയറ്റി നടരുത്. ലോഡ് വന്ന് പിന്നെ വീടിന് വല്ല ഡാമേജ് വന്ന് ഞാൻ ഉത്തരവാദിയല്ല. കാരണം ഞങ്ങൾ ഇതിന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്യണത്. അത് പ്രത്യേകം എല്ലാരും ശ്രദ്ധിക്കണം. നാളെ എന്നും പറഞ്ഞോണ്ട് ആരും വീടിന്റെ മേളിൽ കൊണ്ടുപോയി നല്ല മണ്ണടിച്ചിട്ട് സ്വാമി പറഞ്ഞല്ലോ, നാരായണൻ സ്വാമി പറഞ്ഞിട്ടാണെന്ന് പറയരുത്. അത് പറയരുത്, ഒരിക്കലും പറ്റില്ല. അത് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നടാം. ഇത് ഞങ്ങൾ അതിനുവേണ്ടി വലിയ ചെടി നടാൻ വേണ്ടി തന്നെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത് പണിതിട്ടാണ്. ഇത് 37 കൊല്ലമായി. ഇപ്പൊ 37 കൊല്ലം കഴിഞ്ഞു. അത് ഇന്ന് ആനിവേഴ്സറി ആണ്. ഇന്നല്ല, ആനിവേഴ്സറി ദിവസം നമ്മളൊന്നില്ല. ഇത് നല്ല മണമുണ്ട്. ഈ മണത്തിനെ പറ്റി പറയട്ടെ, എങ്ങനെയുണ്ട്? ഈ മണം കൊള്ളാം, നല്ല മണമുണ്ട്. അതായത് ഇഞ്ചി അല്ലേ? കറി ഇഞ്ചി, മാങ്ങ ഇഞ്ചി, കറി ഇഞ്ചി. മണം കുറവായിരിക്കുന്ന ഇത് മാങ്ങയുടെ ടേസ്റ്റാ. ഇത് ഒരു 8 മാസം കഴിയുമ്പോൾ പറക്കാം. ഇത് നമുക്ക് അച്ചാറിടാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ്. ഇതും ചെറുനാരങ്ങയും കാന്താരിയും കൂടി ഭരണിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. ഭയങ്കര ടേസ്റ്റാ ഈ സാധനം. ഇത് എനിക്ക് ഒരു ഒറ്റപ്പാലത്ത് നിന്ന് എന്റെ ഭാര്യ ടീച്ചറുടെ ഫ്രണ്ട് ഒരാൾ ഒറ്റപ്പാലത്ത് നിന്ന് വന്നപ്പോ കൊണ്ടെത്തന്നാ. കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലം. കഴിഞ്ഞ കൊല്ലം ഞാൻ 10 കിലോളം കിട്ടി. 2 തവണയായിട്ട് എടുത്തു.
ഇപ്പൊ അതിന്റെ വിത്ത് ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത കൊല്ലം 8 മാസം കഴിയുമ്പോൾ നമുക്ക് പറിക്കാം. ഓക്കെ. അപ്പൊ അടുത്തത് ഇനി എന്താണ്? പിന്നെയുള്ള പ്രത്യേകിച്ച് ഇതിൽ എല്ലാ പോയിന്റിലും ഒരു ഡ്രം ഇട്ടിട്ടുണ്ട്. ഈ ഡ്രമ്മിൽ വെള്ളം നിറച്ചിടും. ഡ്രമ്മിൽ വെള്ളം നിറച്ചു എന്നിട്ട് അതിൽ നിന്ന് മുക്കി ഒഴിക്കും. ഓക്കെ. ഇതുണ്ടല്ലോ മുരിങ്ങമരമുണ്ട്. ഇതൊക്കെ 1 കൊല്ലം പ്രായമായതാ. അപ്പൊ ഈ മുരിങ്ങമരം അങ്ങ് ചായുമ്പോ അപ്പുറത്തെ ബിൽഡിംഗുകാരൊക്കെ പറയത്തില്ലേ? അല്ല, അത് മറ്റേ വലിയ മരം ഉണ്ടായിരുന്നു, ഞാൻ വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞില്ലേ. അത് 30 കൊല്ലം കഴിഞ്ഞ മരമായിരുന്നു. അപ്പൊ ഇവര് സ്ഥിരം കംപ്ലൈന്റ് ആയിരുന്നു. പേടിച്ചിട്ടാ, വേറെ ഒന്നുമില്ല, വീഴുന്നുള്ള. അപ്പൊ ചേട്ടൻ ആളെ വിളിച്ച് വെട്ടിച്ചു. 2000 രൂപ കൂലി കൊടുത്താ വെട്ടിച്ചത്. ഇത്രയും മണ്ണുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ മനസ്സിൽ കണ്ടു ഇത് രണ്ടാമത് പൊടിച്ചു വരുന്നുള്ളൂ. അതുപോലെ തന്നെ 1 കൊല്ലത്തിൽ പിന്നെയും പൊടിച്ചു കയറി കഴിഞ്ഞു. ഓക്കെ, ഞാൻ കഴിഞ്ഞിരിക്കട്ടെ. മലയാളി വാർത്തയുടെ പ്രേക്ഷകർ, സാധാരണ നമ്മള് എന്താ പറയാ, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു രാവിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഒരുക്കിക്കൊണ്ടാണ് ഞാൻ വന്നത്. കറി ഇഞ്ചി, മാങ്ങ ഇഞ്ചി, നല്ല വാഴ, മാങ്ങ, ചേന, ചേമ്പ്, അതുപോലെ തന്നെ എന്താ പറയാ നല്ല മൂവാണ്ടം മാങ്ങയൊക്കെ നമ്മള് എന്താ പറയാ ഇവിടുന്ന് കണ്ടു. കറിച്ചേമ്പ്, ഇത് കറിച്ചേമ്പാണ് അല്ലേ? സാമ്പാറിലൊക്കെ അവിടെ ഇങ്ങോട്ട് വാ. ഇവിടെ കായ മുട്ടിയിരിക്കണ കണ്ട? എവിടെ? നോക്ക് പറക്കാറായി. അതാണ് കണ്ട, മുകളിലേക്ക് കായ പൊങ്ങി വന്നു കഴിഞ്ഞു. ഇത് സാമ്പാറിനൊക്കെ പറ്റിയ സാധനമാണ്. മെഴുക്കുരുത്തി വെക്കാനും സാമ്പാർ വെക്കാനും ഒക്കെ പറ്റിയ സാധനമാണ്. ഇത് മൂവാണ്ടം മാവാണ്. ഇത് കായ്ച്ചിട്ടുണ്ട്. കായ ഉണ്ട്. ഈ മൂവാണ്ടനുള്ള പ്രത്യേകതയാണ് 365 ദിവസം മാങ്ങ ഉണ്ടാവും. നമുക്ക് വേണമെന്ന് തോന്നി വന്നാൽ എവിടെയെങ്കിലും ഒരു മാങ്ങ ആണ്. നട്ട് കഴിഞ്ഞാൽ 3 കൊല്ലം കൊണ്ട് കായ്ക്കും. ഇത്രയും ടേസ്റ്റുള്ള മാങ്ങ വേറെ ഒന്നുമില്ല. ഓക്കെ. ഇത് കൂർക്ക എങ്ങനെയാ വെച്ചാൽ ആദ്യം വിത്ത് പാകി മുളപ്പിക്കും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ ഒരു 4 കൂർക്ക ഇട്ട് മുളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് വലുതായി വരുമ്പോൾ അതിന്റെ തലയെ കിള്ളി നടും. അങ്ങനെയാണ് കൂർക്ക നടുന്നത്. ഇനി ഇത് ഒരു 6 മാസം കഴിയുമ്പോൾ പറിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും കണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ഈ സൈഡിൽ കൂടി വരണോ? ഈ സൈഡിൽ കൂടെ നമുക്ക് നോക്കാം. എന്നാലും തീർച്ചയായിട്ടും പ്രേക്ഷകർക്കൊക്കെ ഞാൻ ആദ്യം പോവാം. ഇതിലും തട്ടി വീഴുന്നത് ഇത് ഞാൻ ഈ ചെടികൾക്കൊക്കെ ഊന്ന് കൊടുക്കാനായിട്ട് കമ്പി പൈപ്പ് മേടിച്ച് വെൽഡ് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുക വി ഷേപ്പില്. അപ്പൊ പോകത്തില്ല. നമ്മ മുളയോ വല്ലതും മേടിച്ചാൽ 1 കൊല്ലം കഴിയുമ്പോൾ ദ്രവിച്ചു പോകും. ഇത് ഞാൻ ഈ 3/4 ഇഞ്ചിന്റെ കമ്പി മേടിച്ചിട്ട് വെൽഡറെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എന്നോട് ചോദിക്കണം ഇത് താഴെ പോണെങ്കിൽ. അല്ലാണ്ട് താഴെ പോവില്ല. ഞാൻ അതനുസരിച്ച് പിടിച്ചോക്കെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിടിച്ചോട്ടെ. പോയില്ലട്ടോ, നല്ല ടൈറ്റാ, നല്ല ബലത്തിലേക്ക് അത് ഈ പൈപ്പ് ആയതുകൊണ്ടാ. നമ്മ വടി കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടും ചായൂല. അതാണ് സ്ട്രൈറ്റ് ആയിട്ട് പോയത്. ഇപ്പോ ഇത് കറി ഇഞ്ചി, ഇത് കണ്ട കൂർക്ക മുളപ്പിച്ചിരിക്കണത്. ഇനി ഇതിൽ നിന്ന് ഇതിങ്ങനെ കിളി ഇതിങ്ങനെ തലയെടുത്തിട്ട് നമ്മൾ നെട്ട് കഴിഞ്ഞാൽ കായ ഉണ്ടാവും. ഓക്കെ. അപ്പൊ കറി ഇഞ്ചി കണ്ടല്ലോ, നല്ല വേപ്പിലുണ്ട്. വേപ്പില എല്ലാ സ്ഥലത്തും. വേപ്പിനുള്ള പ്രത്യേകിച്ച് അതിന്റെ വേരിന്ന് പൊട്ടും. എവിടെയെങ്കിലും ഒരു മരം ഉണ്ടെങ്കിൽ ആ മരത്തിന്റെ വേര് എവിടെയൊക്കെ പോകണം അവിടെ എല്ലാം പൊട്ടും. അങ്ങനെ പൊട്ടണം അത്. ഇതാണ് ഞാൻ പറഞ്ഞ സംഗതി. ഇത് കണ്ട, ഇതിന്റെ വണ്ണം നോക്ക്. ഇതിന്റെ വണ്ണം നോക്ക്. ഇത്രയും മണ്ണുള്ള മരമായിരുന്നു. 30 കൊല്ലം പ്രായമുള്ളത്. അപ്പൊ ഈ പേടി കാരണം വെട്ടിക്കളയാൻ പറഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ട് രണ്ടാമത് പൊടിച്ച് മുകളിലേക്ക് കയറിയിരിക്കാം. 1 കൊല്ലം കൊണ്ട് ഉള്ള വളർച്ച ചെയ്തു. ഒറ്റ കൊല്ലം കൊണ്ട് ഉള്ള വളർച്ച. അതും കൂർക്ക. ഇത് വിയറ്റ്നാം ഏർലി ജാക്ക് ഫ്രൂട്ട് നട്ടിരിക്കണം. ഇതല്ലേ ചക്കയും നട്ടിട്ടുണ്ട്. അത് ഗ്രാഫ്റ്റ് ആണ്. മറ്റേത് ഇവിടെ പറ്റില്ല, പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അത് ഗ്രാഫ്റ്റ് ആണ് നട്ടിരിക്കുന്നത്. 1 കൊല്ലമായി. അത് വേഗം കായ്ക്കുന്നതാണ് അവര് പറയണത്. ഓക്കെ. നമുക്കേ കഴിഞ്ഞോ? കണ്ടില്ലേ, മെട്രോ പോകുന്നുണ്ടല്ലോ. മെട്രോയും കാണാം, നമുക്ക് നല്ല ചേമ്പും ചേനയും വാഴയും എന്താ പറയാ നല്ല മുരിങ്ങയുടെ ഇലയും. ഓക്കെ, തീർച്ചയായും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് സ്വാമി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നീ കയ്യിലൊക്കെ കണ്ട നിറച്ചുറുമ്പ. ക്യാമറമാനൊക്കെ കാണിച്ചില്ലല്ലോ. ഏതാ? തീർച്ചയായിട്ടും ഒരുപാട് വളരെ ഏത്തക്കൊലയല്ലേ? ഇതല്ല, മോളില് ഇത് ഏത്തക്കൊലയല്ല, ഇത് കണ്ണൻ. ഇത് കണ്ണമഴയാ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു
കാഴ്ചയാണ് ഇന്ന് നിങ്ങളെ പ്രഭാതത്തിൽ നമ്മൾ രാവിലെ മലയാളി വാർത്തയിലൂടെ കാണിച്ചത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരിക്കൽ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പോലും വിശ്വസിക്കില്ല. സ്വാമി അടുത്തേക്കോ, ഒരാളും വിശ്വസിക്കില്ല. കാരണം ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു കാട്ടുചെടി അല്ലെങ്കിൽ ഒരു അഞ്ചാം ഹൈലൈറ്റ് 5ാം നിലയിൽ ഇങ്ങനെ ഒരു പൂന്തോട്ടം പണിയാൻ കഴിയുമെന്ന് ആരും വിചാരിക്കില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഓർമ്മ വന്നത് സന്ദേശ സിനിമയില് സിദ്ദിഖ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞാനിവിടെ അല്ല പറയുന്ന ഡയലോഗ് ഉണ്ട്. അതായത് മാങ്ങയും ചീരയും ചേനയും ചേമ്പും എല്ലാം ഇതാക്കുന്ന ഒരു സമ്പൽ സമൃദ്ധിയായ ഒരു, അതായത് നമ്മൾ അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു വസന്തം നൽകാവുന്ന രീതിയിൽ ഒരു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നൽകുന്ന ഒരുപാട് കൃഷി സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും നല്ല കപ്പമരമുണ്ട്, മാങ്ങയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്. നേരെ സ്വാമി പറഞ്ഞില്ല ഒരു സാധനം പോലും ഞങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് നിങ്ങൾ ഈ കാഴ്ച കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും എറണാകുളത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഈ ഒരു പരിസര പ്രദേശത്തുള്ളവരാണെങ്കിൽ, കേരളത്തിനും അകത്തും പുറത്തുമൊക്കെ ഉള്ളവർ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോകുമ്പോൾ 9388913660. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞേ. 9388913660. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം. ഓക്കെ, കൃഷിയുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം അല്ലേ? അത് വിളിച്ചിട്ട് വരണം, എപ്പോഴും വിളിച്ചിട്ട് വരണം. വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ കാലത്ത് ഒരു 10 മണി തൊട്ട് 1 മണി വരെ ഇതിന്റെ മുകളിലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 4 മണി തൊട്ട് 7 മണി വരെ ഇതിന്റെ മുകളിലായിരിക്കും. ആ സമയത്ത് തന്നെ വിളിച്ചാൽ കിട്ടില്ല, ഞാൻ ഫോൺ എടുക്കില്ല. കാരണം കൈയൊക്കെ വൃത്തികേടായിരിക്കും. പണി AC-യിൽ ഇരിക്കാനല്ലോ പറഞ്ഞത് നമ്മള്. അതെ, പണിയെടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു സമയമെങ്കിലൊക്കെ അല്ലെങ്കിൽ കുറച്ചു നേരമെങ്കിലൊക്കെ മനസ്സിന്റെ ഒരു പ്രചോദനം തോന്നും. ദൈവമേ, എനിക്കും 2 വാഴ വെച്ചാലെന്താ, 2 കപ്പ നട്ടാലെന്താ, 2 ചെടി നട്ടാലെന്താ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള നല്ലതാണ്. എല്ലാവരുടെ വീട്ടിൽ നിർത്തേ. അതെ, കരിവേപ്പില മേടിക്കണ്ടല്ലോ. അതെ, ആ പൈസ ലാഭമില്ലേ? അതിന് വലിയ ചെലവൊന്നുമില്ല. അവരൊക്കെ ചട്ടിയിലോ ഗ്രോ ബാഗ് മേടിച്ചിട്ട് കരിവേപ്പില നട്ട് പിടിപ്പിക്കട്ടെ. അപ്പൊ കടയിൽ പോയി മേടിക്കണ്ടല്ലോ, ഈ വിഷമുള്ള സാധനം തിന്നണ്ടല്ലോ. അതെ, വിഷമുള്ള സാധനം തിന്നുന്നത് മലയാളികൾ നിർത്തുക. കരിവേപ്പിലയിൽ മുഴുവൻ കെമിക്കലാ. അതെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഷർ നാളെ നമ്മൾ ലൈവായിട്ടൊക്കെ വരുമ്പോ അല്ലെങ്കിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറയാതെ, ഞാൻ ഇന്നലെ ആദിച്ചേട്ടന്റെ ലൈവ് കണ്ടിട്ട് ഞാൻ എന്താ ഒരു വാഴ നട്ടു, ഒരു ചീര നട്ടു, ഒരു ചേന നട്ടു എന്ന് പറയാലോ. വെള്ളം ഒഴിക്കുന്ന ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ലൈവ് അവസാനിപ്പിക്കാനുള്ള സമയമാണ്. ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും ക്യാമറമാൻ രാജീവ് ആയപ്പറമ്പിനോടൊപ്പം ആദിനാരായണനും ഒപ്പം തന്നെ നാരായണസ്വാമി. താങ്ക് യു.